الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام على خير من بطئ الثرى وعلى آله وصحابته أسود الشرى وتابعيهم كنوز الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു അനുഗ്രഹിച്ച അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെയും അടിയാത്തികളുടെയും കൂട്ടത്തിൽ നമ്മുടെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനമാണ്. ആമുഖമില്ലാതെ അതിൻ്റെ ആശയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോടായിക്കൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നാം നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തിനൊക്കെയും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല എന്നർത്ഥം, എല്ലാ നബിമാരുടെ സമുദായത്തിനും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളൊരു സൂക്ഷ്മതയുള്ള ജനങ്ങളായി ജീവിക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പൊ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് സൂക്ഷ്മതയുള്ള ഒരു ജനവിഭാഗമായി ജീവിച്ച് അള്ളാഹുവിനെ നല്ല നിലയ്ക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീഖിന് വേണ്ടി എന്നാണ്. നമുക്കൊരുപാട് ഇബാദത്തുകളുണ്ട്, നോമ്പ് മാത്രമല്ല. ആ ഓരോ ഇബാദത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഓരോരോ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ദുനിയാവിലുണ്ട് പ്രത്യേകത, ആഖിറത്തിലുണ്ട് പ്രത്യേകത എന്നുള്ളതാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാള് മുസ്ലിം ആകണമെങ്കിൽ ആദ്യം അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലണം. ഈ ഷഹാദത്ത് കലിമ ദുനിയാവിൽ ഒരു മനുഷ്യന് മുസ്ലിമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പരലോകത്ത് അയാൾക്ക് സ്വർഗം നിർബന്ധമായി തീരുകയും ചെയ്യുന്നു. ഇപ്പോ നമുക്ക് ഷഹാദത്ത് കലിമ മാത്രം ഒരാൾക്ക് ചെല്ലാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിൽ അയാൾ മരിക്കേണ്ടി വന്നാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മൂസാ നബിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഫിർഔൻ 1000-ഓളം വരുന്ന സാഹിറുകളെ അഥവാ ജാലവിദ്യക്കാരെയാണ് സംഘടിപ്പിച്ചത്.
അതിൽ 10-ൽ താഴെ വരുന്ന ജാലവിദ്യക്കാർ ഈജിപ്തിൽ പേരും പെരുമയും കേട്ട പ്രഗത്ഭരായ സാഹിറുകളായിരുന്നു, ജാലവിദ്യക്കാരായിരുന്നു. അവർ മുന്നോട്ട് വരികയും മൂസാ നബിയോട് പറയുകയാണ്, മൂസേ, നിന്റെ ജാലവിദ്യ അവതരിപ്പിക്കണോ ഞങ്ങളുടെ ജാലവിദ്യ ആദ്യം തുടങ്ങണോ, ഏതാ വേണ്ടത് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. മൂസാ നബി അവതരിപ്പിക്കുന്നത്, പ്രദർശിപ്പിക്കുന്നത് ജാലവിദ്യ എല്ലാവരും മൂസാ നബിക്ക് അറിയാം, പക്ഷെ ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ മൂസാ നബിയോട് നിന്റെ ജാലവിദ്യ എന്ന് പറയാൻ കാരണം. മൂസാ നബിക്ക് എന്തെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി വേണം. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയേ സംഭവിക്കുകയുള്ളൂ. പക്ഷെ അത് ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ മൂസാ നബി പറഞ്ഞു, നിങ്ങളുടെ എന്താച്ചാ നിങ്ങളത് അവതരിപ്പിച്ചോളയും പറഞ്ഞു. അവിടെ കയ്യിലുള്ള വടികളൊക്കെയും നിലത്തിട്ടപ്പോൾ അത് ഇഴഞ്ഞു നീങ്ങുന്ന വലിയ സർപ്പങ്ങളായി മാറിയെന്നാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇത് കണ്ട് മൂസാ നബി പോലും ഭയന്നുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അത്രമാത്രം അവര് ആ അവതരിപ്പിച്ച ജാലവിദ്യയായിരുന്നു എന്നാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ അനുമതി വരുന്നത്. നിന്റെ കയ്യിലുള്ള വടി നിലത്തില് മൂസ എന്ന് പറഞ്ഞു. മൂസാ നബിയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. ആ വടി നിലത്തിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സർപ്പങ്ങളെക്കാൾ ഭീകരനായ ഒരു സർപ്പമായി മാറുകയും അവരുടെ ജാലവിദ്യകൾ മുഴുവൻ ഇത് തിന്നാൻ തുടങ്ങി. അപ്പോ ഈ 9ഓളം വരുന്ന സാഹിറുകളുണ്ടല്ലോ, അവർക്ക് മനസ്സിലായി ഞങ്ങൾ അവതരിപ്പിച്ചത് കൺകെട്ടി വിദ്യ മാത്രമാണ്. മൂസയിൽ പ്രകടമായത് അത് യാഥാർത്ഥ്യമാണ്. മൂസ അള്ളാന്റെ പ്രവാചകൻ തന്നെയാണ്. ഒരൊറ്റ കാഴ്ച അവർ കണ്ടുള്ളൂ. അവർ നേരെ ഫിർഔന്റെ ഭാഗത്ത് നിന്ന് മൂസാ നബിയുടെ ഭാഗത്തേക്ക് മാറി നിന്നു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ആമൻതു ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ ആ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചു എന്നവർ പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകില്ല. അന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ലോകരക്ഷിതാവുണ്ട്. അതാരെന്നറിയോ? ഫിറൗനാണ്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ മേലായ റബ്ബ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ച വിശ്വസിപ്പിച്ച ഒരാളായിരുന്നു ഫിറൗൻ. അപ്പോ ഈ ജാലവിദ്യക്കാർ പറഞ്ഞത് ഫിറൗനെ കുറിച്ച് തന്നെ ആയിരിക്കും എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഈ ആളുകൾ വീണ്ടും പറഞ്ഞത് ആമൻതു ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, മൂസയും ഹാറൂനും പരിചയപ്പെടുത്തുന്ന റബ്ബിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, ഫിർഔനിലല്ല. ഇത് കേട്ടപ്പോ ഫിർഔന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഫിർഔനിന്റെ ഒപ്പും ചോറും നിന്ന് ജീവിക്കുന്ന ആളുകളാ ഈ ജാലവിദ്യക്കാര്. ഫിർഔനിൽ നിന്ന് ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവര്. ഫിർഔനിന് വേണ്ടി മാത്രം ജാലവിദ്യകൾ അവതരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നവരാണ് അവർ. അത് ഫിറൗന് സഹിച്ചില്ല. ഫിറൗൻ അവരെ പിടിച്ചു കെട്ടുകയും ഒരു 10, 10:30, 11 മണി സമയം, ദുഹാന്റെ സമയം, ഈ സമയത്താണ് ഇവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അവരെ പിടിച്ചു കെട്ടിയിടുകയും കയ്യും കാലും വിപരീത ദശയിൽ മുറിച്ചു കളഞ്ഞ് കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞവര്. എന്തിന്റെ പേരില്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ കൊന്നുകളഞ്ഞു. അസർ നമസ്കാരത്തിന് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർ മരണപ്പെട്ടു പോയി. പ്രമുഖരായ സഹാബി വര്യന്മാർ പറയുകയാണ്, രാവിലെ അള്ളാഹു പൊറുക്കപ്പെടാത്ത കൊടിയ പാപങ്ങൾ ചെയ്ത അവർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ശുഹദാക്കളായി എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട ഒരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് എങ്കിലും അത് യാഥാർത്ഥ്യമായിട്ടാണ് പറഞ്ഞത് എങ്കിൽ, സത്യമായിട്ടാണ് പറഞ്ഞത് എങ്കിൽ അതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും സ്വർഗം ഉറപ്പാണെന്നാണ്. അപ്പൊ അതാണ് ഷഹാദത്ത് കലിമയുടെ പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ നമസ്കാരം, ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാല് ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മേൽ നിർബന്ധ ഘടകമാണ് 5 നേരത്തെ നമസ്കാരം എന്നുള്ളത്. ഈ 5 നേരത്തെ നമസ്കാരം നമ്മൾ സാധാരണ ചടങ്ങ് എന്ന നിലയ്ക്കാണ് നിർവഹിക്കുന്നത്. അല്ല, ഒരു ചടങ്ങല്ല അത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ
ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സുപ്രധാന ഘടകമാണ് നമസ്കാരം. നമസ്കാരത്തെ കുറിച്ച് സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്. ഇവിടെ എന്താ സ്ഥലമുണ്ട്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലിദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇന്ന സ്വലാത്ത, തീർച്ചയായും ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരങ്ങൾ ഉണ്ടല്ലോ, തൻഹ, അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. തെൻഹ എന്ന് പറഞ്ഞ ശരിക്കർത്ഥം കുതിർന്നു നിൽക്കുന്ന മണ്ണ്, ഒരു ചരൽക്കല്ല് പോലും ഇല്ലാത്ത മാവ് പോലത്തെ മണ്ണ് കുതിർന്നു നിൽക്കുകയാണ്. അതിൽ ചെറിയൊരു ചെടി മുളച്ചു നിൽക്കുകയാണ്. ആ ചെടിയുടെ ചെറിയൊരു വേര് പോലും പൊട്ടാതെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. കാരണം അത്ര ലൂസായ മണ്ണാണ്. ഇങ്ങനെ പറിച്ചെടുക്കുന്നതിനെയാണ് തെൻഹ എന്ന് പറയുക. അതുപോലെ മനുഷ്യരായ നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള സ്വഭാവക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് ഏതാണ്? അനിൽ ഫഹ്ശാ, വുഹൂഷിയത്ത്. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ ക്രൂര മൃഗത്തിന്റെ സ്വഭാവം. മനുഷ്യനെ പച്ചയായി കടിച്ചു കീറി തിന്നുന്ന മൃഗങ്ങൾക്കാണ് വുഹൂഷിയത്ത് എന്ന് പറയുക, വഹ്ശിയത്ത് എന്നൊക്കെ പറയുക. ഈ സ്വഭാവമുള്ള മനുഷ്യന്മാരുണ്ടെന്നാ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ നിങ്ങൾ എടുത്തു കളയുന്നു. വെറുക്കപ്പെട്ട എല്ലാ സ്വഭാവങ്ങളും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയും നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കുകയും ചെയ്യുന്ന ഇബാദത്താണ് നമസ്കാരം. അപ്പൊ ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവേ, എന്നാ പിന്നെ നമസ്കരിച്ചിട്ടും എന്ത് ഇന്ന ആളുകളിൽ നിന്നും അത്തരം സ്വഭാവങ്ങളിൽ വിട്ടുപോകാറുള്ളത് എന്ന് ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, ശത്രുത, ഇതൊക്കെ ആരെ വെച്ച് നടക്കുന്നത്? കൂടുതലും നമസ്കരിക്കുന്ന ആളുകളിലല്ലേ കാണുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഖുർആൻ ഉത്തരം പറയുന്നു. എന്താണെന്നറിയാം? വലിദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങളിൽ നിന്ന് അത്തരം ദുഷിച്ച സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും എടുത്തു കളയാൻ കാരണം ആ നമസ്കാരത്തിൽ നിങ്ങൾ ഉരുവിടുന്ന ദിക്റിന്റെ മഹത്വങ്ങളാണ് എന്നാണ്. മാത്രല്ല, അത് നിങ്ങൾ യഥാവിധം ഉൾക്കൊള്ളാതെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവൂല. വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങളുടെ നമസ്കാരം ഏത് രൂപത്തിലാണ്, കോലത്തിലാണെന്നുള്ളത് അള്ളാഹ്ക്ക് നല്ലപോലെ അറിയാതെ. അപ്പൊ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണോ? നമസ്കാരത്തിൽ ചെല്ലേണ്ടതായ ദിക്റുകൾ മനസ്സിരുത്തി മനസ്സിലാക്കി നിർവഹിക്കുകയാണ് എങ്കിൽ അവൻ ലോകത്തിനൊരു മാതൃകാ മുസൽമാൻ തന്നെയായിരിക്കുന്ന. പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ 3ാമത്തെ കടമയാണ് അയാൾ സമ്പന്നനാണ് എങ്കിൽ ആ സമ്പത്തിന്റെ കണക്ക് കൃത്യമായി നോക്കി സകാത്ത് കൊടുക്കണം എന്നാണ്. ആ സകാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ വളർച്ച ഉണ്ടാകുന്നതാണ് പ്രവാചകൻ പറയുന്നത്. പരലോകത്താകട്ടെ അതികഠിനമായ നരകശിക്ഷയിൽ നിന്നും നാണക്കേടിൽ നിന്നും രക്ഷ കിട്ടുകയും ചെയ്യും. എന്നാൽ 5ാമത്തെ ഒരു ഘടകമുണ്ട്, അതിന്റെ ഇടയിൽ 4ാമത്തെ ഒന്ന് വരുന്നിട്ട് അതാണ് നമ്മുടെ നോമ്പ്. ഇൻഷാല്ലാഹ് പറയാം. 5ാമത്തതാണ് ഏത്? ഒരു ഹജ്ജ്. മബ്റൂറായ ഹജ്ജ് അന്നുമ്മ പെറ്റ പൈതലിനെ പോലെ വിശുദ്ധമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റമളാനിന്റെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ്. അതറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് മികവുറ്റതാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. കാരണം റമളാനിനെ മികവുറ്റതാക്കി മാറ്റുക എന്നതാണല്ലോ നമ്മുടെ വിഷയം. ആ റമളാന് നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളൊന്ന് മികവുറ്റതാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ റമളാൻ എന്താണ്, എന്തിനാണ് എന്ന് നമ്മൾ ആദ്യം അറിയണം എന്നുള്ളതാണ്. ഈ നോമ്പ് പറഞ്ഞ സാധനം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ അറിയണം. 1ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക മാസം റമളാൻ മാത്രമേ ഉള്ളൂ. 12 മാസമുണ്ട് അറബിയില്. ഇതിൽ പേരെടുത്ത് പറഞ്ഞ 1ാമത്തെ മാസം അത് റമളാനേ ഉള്ളൂ, 2ാമത്തെ ഒരു മാസം അല്ല എന്നർത്ഥം. 2ാമത്തെ പ്രത്യേകത വിശ്വാസികളെ മാനസികപരമായി ശുദ്ധീകരിച്ച് തഖ്വയ്ക്ക് പാകപ്പെടുത്തിയെടുക്കുന്ന ഇബാദത്താണ് റമളാൻ, റമളാനിലെ നോമ്പ്.
നമ്മളെ തെക്കുവയ്ക്ക് പാകപ്പെടുത്തിയെടുക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച ആയത്തിന്റെ ആശയം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. മുൻ കഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിനൊക്കെയും നിർബന്ധമാക്കിയതുപോലെയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്, നിങ്ങളെ ഒരു ഉത്തമ വിശ്വാസികളാക്കി മാറ്റുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോ നോമ്പ് നമ്മള് മുത്തക്കിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. മുത്തക്കിങ്ങളെ കുറിച്ച് ഒരുപാട് വർണ്ണനയാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. അക്കമിട്ടുകൊണ്ട് ഒന്ന് ഓടിച്ചു പോകാം. എന്താണ് മുത്തക്കി, ആരാണ് മുത്തക്കി എന്നുള്ളത്. ഒന്ന്, അള്ള ഇഷ്ടപ്പെടുന്നത് മുത്തക്കിങ്ങളെയാണെന്നാണ്. നമ്മളൊക്കെ പറയാറില്ലേ, അനക്ക് മാത്രമല്ല അള്ള ഞങ്ങൾക്കുണ്ട് അള്ള എന്ന് പറയും. എല്ലാവർക്കും അള്ള ഉണ്ട്, പക്ഷെ യോഗ്യത അവിടെ ഉണ്ടാകണം. ഓരോരുത്തരും തന്നെ ഓരോ യോഗ്യത. ഇവിടുത്തെ യോഗ്യത എന്താണ്? അള്ള നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ സൂക്ഷ്മതയുള്ള ഒരു ജനങ്ങളായി മാറണം. രണ്ട്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ആദരവിന് അർഹതയുള്ള ആളുകളായി മാറുന്നത് സൂക്ഷ്മതയുള്ള ജനങ്ങളായി മാറുമ്പോഴാണെന്ന. അപ്പൊ സൂക്ഷ്മതയുള്ള ജനങ്ങളെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുക, അള്ളാഹ് ആദരിക്കുക എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹ് വാർത്തെടുക്കുകയാണ്. അതിനാണ് നോമ്പ്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹ് മുത്തഖീങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ കൂടെ നിർത്താൻ യോഗ്യതയുള്ള ആളുകളെ വാർത്തെടുക്കുന്ന ഇബാദത്താണ് നോമ്പ്. 4, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ കർമ്മങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ച് പ്രതിഫലം കിട്ടണം. അത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്. 5, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫദ. അള്ളാഹുവിന്റെ അടുക്കൽ വിരുന്നുകാരെ പോലെ ഒരുമിച്ച് കൂട്ടുന്ന, സൽക്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന അത് മുത്തഖീങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശിഷ്ടരായ അതിഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുന്നത്. 6, വല്ലാഹു വലിയുൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളുടെ രക്ഷകനാണ് എന്നാണ്. അപ്പൊ അള്ളാഹു രക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്തേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തത്, എന്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്റെ മാറി കിട്ടാത്തത് ചിന്തിക്കുന്ന ആളുകളാണ് ധാരാളം. അതെ, അതിന് യോഗ്യത നമ്മൾ ആദ്യം നേടണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ നമ്മൾ വലിയായി സ്വീകരിക്കണം. ദുനിയാവിൽ ഒരുപാട് വലിയകളെ സ്വീകരിച്ച ആളുകളാണ് നമ്മള്, അഥവാ ഔലിയാക്കന്മാര്. ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് പലരുടെയും മക്ബറകളിൽ പോയി ബർക്കത്തെടുക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. പക്ഷേ അതൊന്നുമല്ല, അള്ളാഹുവിനെയാണ് നമ്മൾ വലിയായി സ്വീകരിക്കേണ്ടത്. അവർക്കാണ് രക്ഷയുള്ളത്. അങ്ങനത്തെ വലിയകളെ വാർത്തെടുക്കുന്ന ഇബാദത്താണ് നോമ്പ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നല്ല നിലയ്ക്ക് ഒരു വേർപാട് ഈ ലോകത്തോട് ഉണ്ടാവണം. അങ്ങനത്തെ ആളുകളെ വാർത്തെടുക്കുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്നാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ. ഇരുലോക വിജയം അത് മുത്തഖീങ്ങൾക്കാണ് കേട്ടോ എന്നാണ്. അപ്പൊ ഇരുലോകത്തും വിജയം നേടിയെടുക്കാൻ പറ്റിയ ഒരു വിഭാഗത്തെ വാർത്തെടുക്കുന്ന ഇബാദത്താണ് നോമ്പ് എന്നുള്ളതാണ്. ഇത്തരം സൗഭാഗ്യവാന്മാരിൽ റബ്ബേ ഞങ്ങളെയും ചേർക്കണമേ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, മുത്തഖീങ്ങൾക്ക് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയാണത്. അത് വിശ്വാസികൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകനും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, മുൻ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മികവുറ്റതാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന റമളാനിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ശഅബാനിന്റെ ചന്ദ്രക്കല മാസപ്പിറവി അത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്നതോടുകൂടി നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും എന്നുള്ളതാണ്. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുകയും
പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുകയും ചെയ്യുന്ന മാസമാണ് റമദാൻ മാസം. ഈ ഒരു പ്രത്യേകത റമദാനിലല്ലാതെ മറ്റ് 11 മാസത്തിലും ഇല്ല എന്നുള്ള അതിനുദാഹരണമാണ് നിസ്കരിക്കാത്ത ആളുകൾ വരെ റമദാനിൽ പള്ളിക്ക് വരുന്നത് കാണാൻ പറ്റും. എന്തേ കാരണം എന്നറിയോ? അതുവരെ അവർ പിശാചിന്റെ വലയിലായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അവരെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാചില്ല. പിശാച് അതിനെ ബന്ധനസ്ഥാക്കി വെച്ചിരിക്കുന്നു അല്ല. അപ്പൊ അവൻ അള്ളാഹു കൊടുത്തതായ നല്ല പ്രകൃതി ഉണ്ടല്ലോ, ഫിത്രത്ത്, ആ ശുദ്ധമായ പ്രകൃതി അവരിൽ പ്രകടമാവുകയാണ്. അവന് കുറ്റവാളിയല്ല, അങ്ങനെ ഒരു കുറ്റം ചെയ്യുന്ന താല്പര്യം അവനിക്കില്ല. ആ റമദാനിൽ അത് സുബഹിക്ക് വരെ അവൻ പള്ളിക്ക് എത്തുന്നു. 5 നേരത്തെ പള്ളിയിലേക്ക് അവൻ എത്തുന്നു. അവൻ അള്ളാഹു പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി വരുന്നു. ആ ശഅബാൻ കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടി ഇബ്ലീസിനെ തുറന്നു വീഴുന്നു. നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അവന്റെ ഷർറിൽ അകപ്പെട്ടു പോകുന്നു. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഇനി നോമ്പിന്റെ പ്രതിഫലം അള്ളാഹ് മാത്രം നൽകുന്നുള്ള അള്ളാഹ് പറയുന്നത്. അതെന്താ മറ്റുള്ള കർമ്മങ്ങൾക്ക് കാരമിന്റെ പ്രതിഫലം തരിക? അള്ളാഹ് പറയുന്നത് ഞാനാണ് നോമ്പിന്റെ പ്രതിഫലം നൽകുന്നത് എന്നാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു അമലിൻ ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവന് തന്നെയുള്ളതാണ്. ലഹു അൽ ഹശറു ബിഅശരി അംസാലിക ഇലാ 700 ലവഫ്. 10 മുതൽ 700 വരെയാണ് പ്രതിഫലത്തിന്റെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ. അത് ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം 10 എന്നർത്ഥം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ബക്കറ്റ് പിരിവ് നടത്തിയെന്ന് വിചാരിച്ചോളി, വരുന്നൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ നടത്തിയെന്ന് വിചാരിക്കുക. ഓരോരുത്തരും ചിലപ്പോൾ 10, 15, 20, 100, 500 ഒക്കെ ചിലപ്പോൾ ഇട്ട് കൊടുത്തു തരും. പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമായിരിക്കും. ഒരാൾ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? റബ്ബേ, എനിക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്, എന്റെ മാർഗത്തിൽ അല്പം ചെലവഴിക്കാൻ. അയാളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. നോക്കുമ്പോ ചെറിയൊരു സംഖ്യയാണത്, വളരെ ഇട്ടത് ചെറിയ സംഖ്യ. അതാണ് മറ്റൊരാൾ ഇട്ട് കൊടുത്ത് ഒത്തിരി വലിയ സംഖ്യ ഞാൻ ഇട്ടത്. പക്ഷെ അയാളുടെ മനസ്സിലെന്തായിരുന്നു? എങ്ങനെ ഇപ്പൊ ഞാൻ ഇട്ട് കൊടുക്കാതിരിക്കുക? മുമ്പിൽ ഒരു പാത്രം കാണിച്ചുകൊണ്ട് മറ്റൊരാൾ ഇട്ട് കൊടുത്തു. അയാൾക്ക് കൊടുക്കുമ്പോ മനസ്സിലെന്തായിരുന്നു? റബ്ബേ, ഇത് എനിക്ക് അല്പം മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ വെച്ചതായിരുന്നു, അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി, സാരമില്ല അത് പിന്നെ മേടിക്കാം, ഈ ഒരു അവസരം എനിക്ക് നാളെ കിട്ടിയെന്ന് വരില്ല, നാളെ ചിലപ്പോൾ ഇട്ട് കൊടുക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അയാളുടെ നെയ്യത്ത് അങ്ങനെയായിരുന്നു. ഇങ്ങനെ 100 നെയ്യത്തുകളാണ്. ആ നെയ്യത്തിനനുസരിച്ചാണ് പ്രതിഫലം. അതാണ് 10 മുതൽ 700 വരെ. അപ്പൊ നിങ്ങളുടെ തത്വ സൂക്ഷ്മത എത്ര കണ്ട് അതിന് ഉയരുന്നുവോ അതിന് 700 വരെ ചിലപ്പോ പർവ്വത സമാനമായ പ്രതിഫലമായിരിക്കും അവർക്ക് കിട്ടുക. എങ്കിലും ചുരുങ്ങിയത് 10 എന്നാണ്. പക്ഷേ എന്നിട്ട് അള്ളാഹ് പറയണം, ഇല്ല നോമ്പൊഴികെ. നോമ്പിന് മാത്രം അങ്ങനെയല്ല, മറിച്ച് നോമ്പ് എനിക്ക് മാത്രമാണ് ഞാൻ അതിന് കൂലി കൊടുക്കുന്നവൻ. അതെന്തേ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ എനിക്ക് നോമ്പുണ്ടെന്നുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിഞ്ഞോളുന്നില്ല. ഒരാൾക്കും അറിയാൻ കഴിയില്ല ഞാൻ നോമ്പുകാരനാണോ അല്ലയോ എന്ന കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അടിമയും ഉടമയും തമ്മിൽ ബന്ധമുള്ള ഏക ഇബാദത്ത്, രഹസ്യമായ ഇബാദത്ത്, റിയാൽ കടന്നുകൂടാത്ത ഇബാദത്ത് എന്ന് വെച്ചാൽ മറ്റൊരാൾ അറിയാത്തത്, അതാണ് റിയാൽ, ലോകമാന്യമില്ലാത്ത ഏക ഇബാദത്ത്, അത് നോമ്പ് മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് കൂലി ഞാനാ കൊടുക്കണത് എന്ന്. സുബ്ഹാനല്ലാഹ്. മനസ്സറിഞ്ഞ് കൂലി തരുന്നതാണ്. മാത്രമല്ല അള്ളാഹ് പറയാണ്, തറക ശഹവതുഹു വതആമുഹു വശറാബുഹു മിൻ അജലി. അവന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങൾക്കുള്ള അവസരങ്ങളും അവനുണ്ടായിരുന്നു പൂർത്തീകരിക്കാൻ. പക്ഷേ എനിക്ക് വേണ്ടി നോമ്പിയെടുത്തത് കൊണ്ട് അവനത് ഒഴിവാക്കിയിരിക്കുകയാണ്. തറക ശഹവതുഹു, മനസ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ അവൻ മാറ്റിവെച്ചു. വതആമുഹു, അവന്റെ മുന്നിൽ ഭക്ഷണമുണ്ട്, അവൻ ഒറ്റയ്ക്കാണ്, ആരും കാണുകയില്ല. പക്ഷെ റബ്ബ് കാണുമല്ലോ എന്ന ഭയം
അവനത് തൊട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അവർ വെള്ളം കുടിക്കാമായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആരും കാണാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവൻ വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചില്ല. ഒക്കെ കാരണം മിൻ അജലി, ഞാൻ കാരണം. അതുകൊണ്ട് അതിന് കൂലി ഞാനാ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇബാദത്ത് അത് നോമ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി നോക്കുക, സുന്നത്തായ ഒരു നോമ്പിന്റെ പ്രത്യേകത, ഫർളായ ഒരൊറ്റ ഇബാദത്തിന്റെ ഈ പ്രതിഫലം ഇത്രമാത്രമാണ് എന്ന് തറപ്പിച്ച് നമുക്ക് പറഞ്ഞില്ല. പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമല്ല പറഞ്ഞതൊന്നും. അങ്ങനെ ഏകദേശം അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ. കാരണം അത് പറയാൻ കഴിയില്ല, അത്രമാത്രമാണ് സുന്നത്തിന്റെ പ്രതിഫലം പോലും എന്നുള്ളതാണ്. നോക്കുക, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ പറയണം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്. ഇപ്പൊ നാളെ വ്യാഴാഴ്ചയാണ്, നാളെ ഷഅബാന്റെ സുന്നത്തുണ്ട്, വ്യാഴാഴ്ചന്റെ സുന്നത്തുണ്ട്, അയ്യാമുൽ ബീദിന്റെ ദിവസം കൂടിയാണ്. 3 സുന്നത്തും ഒരുമിച്ച് വരുന്ന ദിവസത്തോടൊപ്പം നാളെ ഒരു നോമ്പെടുത്തു. ഈ നോമ്പെടുത്ത് കഴിഞ്ഞാൽ സുന്നത്താണ് കേട്ടോ, ഫർളല്ല. എടുത്തു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. 70 വർഷം നമ്മൾ നടന്നാൽ, 70 വർഷം നടന്നാൽ എത്ര അകലയിലെത്തുമോ അത്രയും അകൽച്ചയിലേക്ക് അവനെയും നരകത്തെയും തമ്മിൽ അകറ്റി നിർത്തും എന്നാ പറഞ്ഞത്. ഒരു സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം. അപ്പൊ ഫർളായ നോമ്പിന്റെ പ്രതിഫലം എന്തായിരിക്കും എന്നുള്ള കണക്ക് കൂട്ടാൻ കഴിയില്ല, കണക്ക് കൂട്ടാൻ കഴിയില്ല നമുക്ക്. കാരണം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ആ സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലമായിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവിനേക്കാൾ അതിലുള്ളതിനേക്കാൾ ഖൈർ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന്. എവിടെ നമ്മുടെ ദുനിയാവ് കണ്ടിരിക്കണം? നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ മുഴുക്ക കണ്ടിട്ടുണ്ട്, അതല്ലേ ഇപ്പൊ ദുനിയാവ് പോകണം. ഈ നമുക്കൊരു 10 സെന്റ് സ്ഥലം, അതിൽ നല്ല സൗകര്യമുള്ളൊരു വീട്, യാത്രയ്ക്ക് പറ്റിയ ഒരു വാഹനം, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ വീട്ടിലൊരു പണിക്കാരി അല്ലെങ്കിൽ പണിക്കാരൻ, നമുക്ക് കൈ കഴുകിയോടെ വന്നിരുന്നാൽ മതി, ഭക്ഷണമൊക്കെ റെഡിയാ. നമ്മളെന്താ അയാളെ കുറിച്ച് പറയാ? അവർക്ക് ഭയങ്കര സുഖത്തിലാ, അത്യാവശ്യമൊക്കെ ഉള്ള ആൾക്കാരാണ്, അവർക്ക് എന്താ പേടിക്കാനാ? എന്താ ഉള്ളത്? ഒരു 10 സെന്റ് സ്ഥലം, ഒരു വീട്, അത്യാവശ്യം ജീവിത ചുറ്റുപാട്. ഇത് കണ്ട് പറഞ്ഞു വന്നത് ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന്റെ പ്രതിഫലം. ഈ ദുനിയാവിനേക്കാൾ അതിലുള്ളതിനേക്കാളും പ്രതിഫലം നിങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്നു. എന്നാൽ ഫർളായ നിസ്കാരത്തിന്റെ പ്രതിഫലം എത്ര നിങ്ങൾക്ക് അറിയാലോ? 27 ഇരട്ടിയാണ്. എത്രയായിരിക്കും 10? അതൊന്ന് കണക്കാക്കി നമുക്ക് പറയാൻ പറ്റുമോ? ആ 27 ഇരട്ടി എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കിയത്. ഇങ്ങനെ 27 പ്രാവശ്യം നിസ്കരിച്ചതിന്റെ കൂലി എന്നുള്ള അല്ല. കാരണം സുന്നത്തിന്റെ പ്രതിഫലം തന്നെ നമുക്ക് ദുനിയാവിൽ കണക്ക് കൂട്ടാൻ പറ്റുന്നതൊക്കെ തന്നു കഴിഞ്ഞു. അപ്പൊ ഫർളിന്റെ പ്രതിഫലം എന്തായിരിക്കും? 27 ഇരട്ടി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രമാത്രം പ്രതിഫലമാണ് ഫർളുകൾക്കൊക്കെയും ഉള്ളത്. അതുകൊണ്ടാണ് സുന്നത്തായ നോമ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്. ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനന്നാരി ഖന്ദഖാ കമാ ബൈനസ് സമാഇ വൽ അർള്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു സഹീഹായ ഹദീസാണത്. ഒരു ദിവസം നിങ്ങൾ സുന്നത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെയും നരകത്തിന്റെയും ഇടയിൽ ഒരു ഖന്ദഖ് അള്ളാഹു കിടങ്ങ് തീർക്കുന്ന. ഖന്ദഖ് പറഞ്ഞ കിടങ്ങ്, വലിയ കുഴി അള്ളാഹു ഉണ്ടാക്കും, ഒരു ചാല് കയറും. അത് എത്ര വ്യത്യാസം ഉണ്ടാവും അറിയോ? കമാ ബൈനസ് സമാഇ വൽ അർള്. ആകാശവും ഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വീതിയും വിസ്താരവും ആഴവും ഉണ്ടായിരിക്കും ആ കിടങ്ങിന്. ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം. അപ്പൊ പിന്നെ സുന്നത്തായ നോമ്പിന്റെ പ്രത്യേകത എന്തായിരിക്കും നോക്കുക. ഒന്നാമത്തേത് എന്താന്ന് വെച്ചാല് പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. മൻ സാമ റമളാന ഈമാനൻ വയഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണത്.
ഒരു ദിവസത്തെ നോമ്പിന് മൻസാമ റമളാന, റമളാനിൽ നിങ്ങൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണം എന്നറിയോ? എല്ലാരും എടുത്തു ഞാനും എടുത്തു എന്നുള്ളതല്ല. ഇനി അവരൊക്കെ എടുക്കുമ്പോ ഞാൻ എങ്ങനെ എടുക്കാതിരിക്കുക എന്നുള്ളതുമല്ല. ഈമാനും വേണം, ഇഹ്തിസാബും വേണം. എന്താ ഈമാനും? ഈ പറഞ്ഞ പ്രതിഫലങ്ങളും അതിലപ്പുറം എനിക്ക് എന്റെ റബ്ബ് തരും. അതാണ് ഈമാൻ. ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നോമ്പ് എടുക്കണം എന്നുള്ളതാണ്. എങ്കിൽ ജീവിതത്തിൽ മുൻ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന ഒരടിമയ്ക്ക് ഉടമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത്. പാപങ്ങൾ പുറത്തു കിട്ടിയാൽ പിന്നെ അവൻ പാപങ്ങൾ ചെയ്യാത്തവനാണെന്ന അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, റഗിമ അൻഫു റജുലൻ ദഖല അലൈഹി റമളാൻ സുമ്മ അൻസലഹ ഖബല അൻ യുഗ്ഫർ ലഹു. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സഹീഹാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖം കുത്തി നരകത്തിലേക്ക് എറിയപ്പെടുമാറാകട്ടെ. റസൂലുള്ള പറയാണ്, റഹിമ അൻഫറല് മുഖം കുത്തി മൂക്കുകുത്തി നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകൾ. റജുലിൻ ഒരു മനുഷ്യൻ, അവൻ ആരാന്നറിയോ? ദഖല അലൈഹി റമളാൻ, അയാൾക്ക് റമളാനിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. സുമ്മൻ സലഹ, പിന്നെ റമളാൻ അവനിൽ കഴിഞ്ഞു പോവുകയും ചെയ്തു. എങ്ങനെ? ഖബല അൻ യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതിന് മുമ്പ്, പാപങ്ങൾ പൊറുത്തു കിട്ടുന്നതിന് മുമ്പ് റമളാൻ അവനിൽ കഴിഞ്ഞു പോയാൽ അവൻ നരകാവകാശിയാണ് എന്നാണ്. അപ്പോ റമളാൻ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഇങ്ങനെ കയറിയാണ്. ആദ്യത്തെ പടിയിൽ ചവിട്ടിയപ്പോൾ റസൂലുള്ള ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിലേക്ക് കയറി നിന്നു, അപ്പോഴും റസൂലുള്ള ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തേലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ആമീൻ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിക്കണം, റസൂലെ എന്താ നിങ്ങൾ ഈ 3 തവണ പതിവില്ലാത്ത വിധം ആമീൻ പറഞ്ഞത് എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതാനി ജിബ്രീൽ, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഫഖാൽ, എന്നിട്ട് ജിബ്രീൽ പറയുകയാണ്, മൻ ദുഖിറത ഇൻദഹു യുസല്ലി അലൈക ഫദഖല അൻ-നാർ ഫഅബഅദഹു അല്ലാഹു ഫഖുൽതു ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാം പറയാത്ത ആളുകൾ എങ്ങനെ സലാം പറയുക? റസൂലുള്ളാഹിയുടെ പേര് കേട്ടാൽ നമ്മൾ സലാത്ത് ചെല്ലണം. റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ അത് പറയാത്തവൻ നരകത്തിലാണ്, അള്ളാഹുവിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടവനാണ് എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത് പറഞ്ഞു, വമൻ അദ്റക അഹദു വാലിദൈഹി ഫദഖല അൻ-നാർ ഫഅബഅദഹു അല്ലാഹ്. വൃദ്ധരായ മാതാപിതാക്കളെ ഒരാൾക്ക് ലഭിച്ചു, പക്ഷേ അവരിലൂടെ സ്വർഗത്തിൽ എത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് വേണ്ട സേവനങ്ങൾ നല്ല രൂപത്തിൽ ആ മക്കൾ ചെയ്തില്ല, അയാൾ നരകത്തിലാണ് എന്ന് ജിബ്രീൽ പറഞ്ഞു. എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞതാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത്, വമൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹു ഫഖുൽതു ആമീൻ. റമളാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് മാറ്റിയകറ്റപ്പെട്ടവനാണ്, നരകാവകാശിയാണ് എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആമീൻ പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോ വല്ലാത്ത ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണ, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് വരെ ഉത്തരം കിട്ടണ മാസമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, നോക്കുക, അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുകയാണ്, റമളാൻ മാസത്തില് ആ ചന്ദ്രക്കല കാണുന്ന ആദ്യത്തെ രാത്രി, അന്ന് മുതൽ തുടങ്ങും എന്ത്? അന്ന് മുതൽ റമളാനിന്റെ മാസം അവസാനിക്കുന്നത് വരേക്കും ഓരോ രാത്രികളിലും മലക്കുകൾ വാനലോകത്ത് വിളിച്ചു പറയും, എന്ത്? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അഖ്സിർ. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ, നിങ്ങളാൽ കഴിയുന്ന നന്മകൾ നിങ്ങൾ ചെയ്യൂ, തിന്മയുടെ വക്താക്കളെ നിർത്തിവെക്കൂ, നിർത്തിവെക്കൂ എന്ന് ഓരോ രാത്രിയിലും
മലക്കുകൾ വിളിച്ചു പറയും. കാരണം എന്താണെന്നറിയോ? വലില്ലാഹി ഇത്ഖാഉം മിനന്നാർ വദാലിക കുല്ലു ലൈല. ഓരോരോ റമളാനിന്റെ രാത്രികളിലും എണ്ണിയാൽ തീരാത്ത ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവുകളാണ് റമളാനിന്റെ രാപ്പകലുകൾ. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ തിന്മകൾ ചെയ്യരുതേ, നിങ്ങൾ നന്മകൾ ചെയ്ത് സ്വർഗസ്ഥരാവൂ, നിങ്ങളുടെ പിരതികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന രാത്രികളാണ് റമളാനിന്റെ രാത്രികൾ. മാത്രല്ല 83 വർഷത്തിന് സമാനമായ ഒരു രാത്രി അതിലുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ആ രാത്രി എന്നാണ് എന്ന് പറഞ്ഞു തരാൻ റസൂലുള്ളാഹി സന്തോഷത്തോടുകൂടി സഹാബികൾക്കിടയിൽ ഇറങ്ങിയതാണ്. ഈ സന്ദർഭത്തിൽ രണ്ട് വിശ്വാസികൾ തമ്മിൽ വല്ലാത്ത തർക്കത്തിലും വഴക്കിലുമാണ്. ഈ സന്ദർഭത്തിൽ ഇവരെ ഒന്ന് സുൽഹാക്കാൻ, ഒന്ന് യോജിപ്പിക്കാൻ റസൂൽ അല്പ സമയമെടുത്തു. ഈ സന്ദർഭത്തിൽ അള്ളാഹു ആ സമയം ഏതാണ്, ദിവസം ഏതാണ് മറപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ദിവസത്തെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷേ എന്നിൽ അത് മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ. 25ന്റെ രാവിന്, അല്ലെങ്കിൽ 27ന്റെ രാവിന്, അല്ലെങ്കിൽ 29ന്റെ രാവിന് നിങ്ങൾ കാത്തിരിക്കണം എന്നാ പറയുന്നത്. വേറെ ഹദീസിൽ കാണാം, അവസാനത്തിൽ വരുന്ന ഒറ്റയായ രാവുകൾ 5 രാവുകളിൽ 21, 23, 25, 27, 29 ഈ 5 രാവുകൾ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ പറയുകയാണ്, രണ്ടാളുകളുടെ തർക്കവും വഴക്കവും മുസ്ലിം ലോകത്തിന്റെ അന്ത്യനാൾ വരേക്കുമുള്ള ഏറ്റവും വലിയൊരു ഖൈറ് തടയപ്പെട്ടുവെങ്കിൽ, അറിയാതെ പോയെങ്കിൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം എത്രമാത്രം ഖൈറുകൾ നമുക്ക് തടയപ്പെടുന്നുണ്ടാവും എന്നാണ് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമുക്കുള്ള തിന്മയ്ക്കുള്ള എല്ലാ കാരണക്കാരും, നഷ്ടത്തിനുള്ള കാരണക്കാരും എന്നുള്ളതാണ്. അബൂ ഹുറൈറയിൽ ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, റമളാനിന്റെ രാത്രി മുഴുവനും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, എന്നാൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും അന്ന് പൊറുക്കപ്പെടും എന്നാ പറയുന്നത്. ആയിഷ ബീവി ചോദിക്കാണ്, പ്രവാചകരെ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. റസൂൽ ഒരു ചെറിയ പ്രാർത്ഥന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ട്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് നീ ധാരാളം പറഞ്ഞു കേട്ടോ എന്നാ പറഞ്ഞത്. അല്ലാഹുവേ, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, നീ പാപങ്ങൾ പൊറുക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനുമാണ്. എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ, മാപ്പാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചോ ആയിഷ. അപ്പൊ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രാപ്പകലുകളാണ്. കഴിവിന്റെ പരമാവധി നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സല്ലൂ ഫീ ളുലുമത്തിൽ ലൈലി റകഅത്തൈനി ലിളുലുമത്തിൽ ഖുബൂർ. നിങ്ങൾ രാത്രി 2 റകഅത്തെങ്കിലും നമസ്കരിക്കൂ കൂട്ടരെ, നിങ്ങളുടെ ഖബറിന്റെ കൂരിരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുവാൻ. സൂമൂ യൗമൻ ശദീദ ഹർറുഹു ലിഹദി യൗമിൻ നുശൂർ. കഠിന ചൂടാണെങ്കിലും നിങ്ങൾ നോമ്പെടുക്കൂ, നിങ്ങൾക്ക് അന്ത്യനാളിൽ വരാനിരിക്കുന്ന ഭീകരമായ ആ ചൂടിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നോമ്പെടുക്കൂ. തസദ്ദഖൂ ബിസ്സദഖ ലിശദ്ദിൻ യൗമിൻ അസീർ. നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത, തടുക്കാൻ കഴിയാത്ത സങ്കീർണമായ ഒരു ദിവസത്തെ നിങ്ങൾക്ക് നേരിടാനുണ്ട് കേട്ടോ. ആ ദിവസത്തിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ നിങ്ങൾ സദഖകൾ ചെയ്യൂ കൂട്ടരെ. ഒരു മുറി കാരക്കയെങ്കിലും നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ സദഖ ചെയ്തുകൊണ്ടിരിക്കുക എന്നാ പറഞ്ഞു. അല്ലാഹു റസൂൽ പറയുകയാണ്, റമളാൻ എന്ന് പറഞ്ഞാൽ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു മാസമാണ് എന്ന അല്ലാഹു റസൂൽ പറയുകയാണ്, ജാഅക്കും ശഹ്റു റമളാൻ, കൂട്ടരെ നിങ്ങൾക്ക് റമളാൻ വരാൻ പോകുന്നു. ശഹ്റു ബറക, എല്ലാവിധ ബർക്കത്തും കൊണ്ട് നിറഞ്ഞ മാസമാണ് കേട്ടോ അത്.
യഗ്ശാകുമുല്ലാഹു ഫീഹി, ബർക്കത്ത് കൊണ്ട് പൊതിഞ്ഞു വെച്ച മാസമാണ് റമളാൻ മാസം. ഫയുനസ്സിലു റഹ്മ, അല്ലാഹുവിന്റെ എല്ലാവിധ റഹ്മത്തുകളും അനുഗ്രഹങ്ങളും വർഷിച്ചു കൊണ്ടിരിക്കുന്ന, നസല എന്ന് പറഞ്ഞാൽ മഴ വർഷിക്കുന്നതിനൊക്കെ പറയും. അപ്പൊ അതുപോലെ അനുഗ്രഹങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭൂമിയിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്, സന്ദർഭമാണ്, ദിവസമാണ്, മാസമാണ് റമളാനിന്റേത് കേട്ടോ. നിങ്ങളിൽ അതിനും അറിയാതെയും സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രാപ്പകലുകളാണ് റമളാനിന്റേത് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന രാപ്പകലുകളാണ് റമളാനിന്റേത്. അല്ലാഹ് നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്ന രാപ്പകലുകളാണ് റമളാനിന്റേത്. എന്തിന്റെ പേരിലാണ് നോക്കുന്നത് അറിയണ്ടേ? തനാഫുസുകും ഫീഹി, ഈ അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങളിൽ ആരാണ് മത്സരിക്കുന്നത് എന്നാണ് അല്ലാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അല്ലാഹു മലക്കുകളോട് സന്തോഷം പങ്കുവെക്കും എന്നാ പറയുന്നത്. കണ്ടോ എന്റെ അടിമ, ഈ അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ അവനാൽ കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാകുകയാണല്ലോ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറയുന്നത്, നിങ്ങളാൽ കഴിയുന്ന ഖൈറ് നിങ്ങൾ സ്വന്തമായി ചെയ്യൂ കൂട്ടരെ. അല്ലാഹുവിന്റെ കാരുണ്യം തടയപ്പെട്ടവൻ ആരാണോ അവർക്കാണ് കേട്ടോ ഈ റമളാനിൽ നഷ്ടങ്ങൾ മുഴുവനും ഉണ്ടാവുക എന്ന് പ്രവാചകൻ പറയുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും പറയാനുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അത്രത്തോളം അനുഗ്രഹങ്ങളുള്ള മാസമാണെന്ന് ഞാൻ അവിടെ ചുരുക്കി പറയുകയാണ്. റമളാൻ ആയിക്കഴിഞ്ഞാൽ വായിൽ നിന്നും വിശ്വാസികളുടെ വായിൽ നിന്നും ദുർഗന്ധങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്ത് 12-13 മണിക്കൂറുകളോളം പട്ടിണി കടന്ന് അവന്റെ വയറ്റിൽ നിന്നും വരുന്നതായ ഗന്ധമുണ്ടല്ലോ, നിങ്ങൾക്ക് അസഖ്യമായിരിക്കും. പക്ഷേ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്ത ആ വിശ്വാസിയിൽ പുറപ്പെടുന്ന ആ ഗന്ധമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാണ് കേട്ടോ. നിങ്ങൾ നോമ്പ് തുറക്കുന്നത് വരേക്കും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. ആ വിശ്വാസിക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ച സ്വർഗ്ഗലോകമുണ്ടല്ലോ, ഓരോ ദിവസവും റമളാനിൽ നിങ്ങൾക്ക് വേണ്ടി അലങ്കരിച്ചു കൊണ്ടേയിരിക്കും അല്ലാഹു. റമളാനിന്റെ ചന്ദ്രക്കല പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുകയും ശവ്വാലിന്റെ മാസപ്പിറവി ഉദയം ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി സായിമീങ്ങളുടെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ഈ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിനോട് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ എണ്ണുകയാണ് എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ള നിഅമത്തുകൾ ഉണ്ടല്ലോ, അതെണ്ണാൻ നിങ്ങൾക്ക് കഴിയില്ല കൂട്ടരെ എന്ന് ഖുർആൻ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ റമളാനിനെ നാം എങ്ങനെയാണ് ഇനി മികവുറ്റതാക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, പ്രവാചക ചര്യ പൂർണ്ണമായും അതിൽ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഒന്നാമത്തതാണ് നിയ്യത്ത്. നിയ്യത്തില്ലാതെ നോമ്പ് കിട്ടില്ല. സുന്നത്തായ നോമ്പിനെ നേരെ പടുത്തിട്ട് നിയ്യത്ത് വെച്ചാലും മതി. ഫർള് അങ്ങനെയല്ല, രാത്രിയിൽ തന്നെ നമ്മൾ കരുതണമെന്ന, നാളെ ഞാൻ നോമ്പെടുക്കാൻ നിയ്യത്ത് വെച്ചിരിക്കുന്നു മനസ്സിൽ കരുതുക. അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ പഴമക്കാർ ചൊല്ലിത്തരാനുള്ള നിയ്യത്തുണ്ട്. നിങ്ങളെ പല ആളുകൾ ചിലപ്പോ അതന്നെ ചെയ്യുന്നതായിരിക്കും അല്ലെ. ഉമ്മ കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കും, കാരണവന്മാര് കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കും, പള്ളിയിൽ പോയാൽ ഉസ്താദ് ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന നിയ്യത്തുണ്ടല്ലേ. അതാ ഞാൻ കേട്ടത് എനിക്ക് മറന്നുപോയിട്ടുണ്ട്. ഓർമ്മയിൽ വരുന്ന പദങ്ങള് ഫാത്തിഹയൊക്കെ ചൊല്ലിയതിനു ശേഷം എന്ത് ചെയ്യാം? എങ്ങനെയാണ്? അന്നതായ ഫർളായല്ലേ, ഫർള് റമളാൻ മാസത്തിൽ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ട് നെയ്യത്ത് വെച്ച് അൽ ഫാത്തിഹ. ഇങ്ങനത്തെ ഒരു നെയ്യത്ത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം അറബി മലയാളം കൂടി ചേർന്നുള്ള നെയ്യത്താണത്. റസൂലുള്ളാഹിക്ക് അറബി മാത്രമേ അറിയുള്ളൂ. നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ കരുതുന്നതാണ് നെയ്യത്ത് എന്ന് പറയുക. അപ്പൊ മനസ്സിൽ കരുതുക, നോമ്പെടുക്കാൻ കരുതി കഴിയണതാ. അതിന് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റമളാനിന്റെ ഒന്നാമത്തെ ദിവസം അയാൾ നെയ്യത്ത്
നിയ്യത്ത് വെച്ചു, ഈ റമദാൻ മുഴുവനും ഞാൻ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നു, നിയ്യത്ത് വെക്കുന്നു, പൂർത്തീകരിക്കാൻ റബ്ബേ നീ എന്നെ സഹായിക്കുന്ന വെച്ചാൽ ഒരു മാസത്തേക്കുള്ള നിയ്യത്തായിരുന്ന. ഇനി മനുഷ്യ സഹജമായി എന്തെങ്കിലും കാരണവശാൽ 1-2 ദിവസത്തെ നോമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അടുത്ത നോമ്പെടുക്കുമ്പോൾ വീണ്ടും നിയ്യത്ത് പറയണം എന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിയ്യത്ത് ഉണ്ടായിരിക്കുക അഥവാ മനസ്സിൽ കരുതുക. 2, അത്താഴം കഴിക്കുക. മിക്ക ആളുകളും അത്താഴം കഴിക്കാൻ അലസതയുള്ള ആളുകളാണ്. പലരുടെയും വിശ്വാസം അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ സുബഹി ആയപ്പോഴേക്കും വിശപ്പ് തുടങ്ങണമെന്നാ. അങ്ങനെയല്ല, അത്താഴം കഴിച്ച് 50 ആയത്ത് ഓതാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ ബാങ്ക് കൊടുക്കാൻ എന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കുക, സുബഹി ബാങ്ക് കൊടുക്കുക, അത്രയും അടുത്ത സമയത്തായിരിക്കണം അത്താഴം കഴിക്കേണ്ടത്. എന്തിനാ? അന്നത്തെ ദിവസം പകൽ ഒരുപാട് ഇബാദത്ത് നമുക്ക് ചെയ്യാനുണ്ട്. ആ ഇബാദത്ത് ചെയ്യാനുള്ള താക്കത്തൊക്കെ നമുക്ക് വേണം. മാത്രമല്ല റസൂൽ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഫസ്ലു മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലി കിതാബി അകലത്തു സഹർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പറയണം, അഥവാ അഹ്ലി കിതാബുകാരുടെ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നോമ്പും നമ്മുടെ നോമ്പ് അഥവാ മുസ്ലിങ്ങളുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവർ അത്താഴം കഴിക്കുന്നവരാണ് എന്നാണ്. അപ്പൊ നമ്മുടെ നോമ്പിന്റെ പ്രത്യേകതയാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അബൂ സഈദ് ഖുദ്രി എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, അസ്സൂറു അകലത്തും ബറക്കത്തുൻ, അത്താഴം ബർക്കത്ത് നിറഞ്ഞ ഒരു ഭക്ഷണമാണ് എന്നാ പറയുന്നത് പ്രവാചകൻ. ബർക്കത്ത് നിറഞ്ഞതാണ് അത്താഴം. അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അത്താഴം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല, മനുഷ്യ സഹജമായി കൊണ്ടൊന്ന് ഉറങ്ങിപ്പോയി, ബാങ്ക് കൊടുക്കാൻ അല്പസമയമുള്ളൂ, ഭക്ഷണം കഴിക്കാൻ സമയമില്ല എങ്കിൽ ഒരു വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം കേട്ടോ. അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്നാ പറയുന്നത്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ നഷ്ടപ്പെടണ്ട, ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തണ്ട, അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമളാൻ മാസം എന്നുള്ളതാണ്. ഈ റമളാനിനെ അഥവാ റമളാൻ മാസത്തെ അള്ളാഹു ആദരിച്ചത് ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും റമളാനിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അബൂ ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉൻസിലത്ത് സുഹുഫി ഇബ്രാഹിം അലൈഹിസ്സലാം ഫി അവ്വൽ ലൈലത്തിൻ മിൻ റമളാൻ, ഇബ്രാഹിം നബിക്ക് കൊടുത്തതായ സുഹുഫ് എന്ന വേദഗ്രന്ഥം റമളാനിന്റെ ആദ്യത്തെ രാത്രിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. വ ഉൻസിലത്ത് തൗറാത്ത് സിത്തും മലൈന മിൻ റമളാൻ, തൗറാത്ത് ഇറങ്ങിയത് റമളാൻ 6-ന് ശേഷമാണ് എന്നുള്ളതാണ്. വൽ ഇൻജീലു റമളാൻ 13-ന് ശേഷമാണ് ഇൻജീൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഫുർഖാൻ, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയതിൽ 24 റമളാൻ, റമളാൻ 24-ന് ശേഷമാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പരിഗണന നൽകി എന്നുള്ളതാണ്. അതാണ് ലൈലത്തുൽ ഖദ്ർ നാം എന്ന് പറഞ്ഞത്. മാത്രല്ല ജിബ്രീൽ എല്ലാ റമളാനിന്റെ രാത്രിയിലും പ്രവാചകന്റെ അടുക്കിലേക്ക് വരും. എന്നിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പ്രവാചകൻ ഇറങ്ങിയ ഖുർആൻ മുഴുവനും ഒരു രാത്രിയിൽ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കുമ്പോൾ ഇത് ദിവസവും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് വകാന അജ്വദ മാ യകൂനു ഫി റമളാൻ ഹീന യൽഖാഉ ജിബ്രീൽ വകാന ജിബ്രീൽ യൽഖാഉ ഫി കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ. ജിബ്രീൽ ദിവസവും പ്രവാചകന്റെ അടുക്കൽ വരും, പ്രവാചകൻ ജിബ്രീൽ ദിവസവും ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കും എന്നാണ്. അതിന് ഖുർആൻ ഒരു പ്രവാചകൻ ഉപയോഗിച്ച് വാക്ക് അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ് പ്രവാചകൻ. പ്രവാചകന്റെ ഏറ്റവും വലിയ ധർമ്മം ഖുർആൻ ധാരാളം റമളാനിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ മുടങ്ങാതെ നിർവഹിക്കാൻ തയ്യാറാകണമെന്നാണ്. ബുറൈദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുകയാണ്,
ഞാൻ നബിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നബി പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നാളെ അന്ത്യനാളിൽ ഇസ്രാഫീൽ എന്ന മലക്കിന്റെ കാഹളമൂത്തില് ഖബർ പിളർന്നുകൊണ്ട് ഒരാൾ ഖബറിൽ ഇങ്ങനെ പുറത്തേക്ക് വരിക. എല്ലാവരും വരും. അത് ഒരാളെ കുറിച്ച് പറയണം. എങ്ങനെ വരുന്നത്? ഖബർ പിളർന്നുകൊണ്ട് പുറത്തു വരുന്ന വേളയിൽ ക്ഷീണിച്ച് പരവശനായ ഒരുത്തനെ പോലെ ആയിരിക്കും അയാൾ ഇങ്ങനെ ഖബർ എഴുന്നേറ്റ് വരുന്ന. ഈ സന്ദർഭത്തിൽ ഖുർആൻ അയാൾ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ട് ഖുർആൻ അയാളോട് ചോദിക്കും, ഖുർആൻ സുന്ദരമായ രൂപത്തിൽ ഈ മനുഷ്യന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കാണ്, നിനക്ക് എന്നെ പരിചയം ഉണ്ടോ ചോദിക്കും. അപ്പൊ ഈ മനുഷ്യൻ ക്ഷീണിച്ച് പണിയെടുത്ത് ക്ഷീണിച്ച് അവശനായ മനുഷ്യനെ പോലെയുള്ള ഷാഹിബ് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ രൂപത്തിൽ കണ്ടുമുട്ടുമ്പോ സുന്ദരമായ രൂപത്തിൽ ഖുർആൻ വന്നുകൊണ്ട് അവരോട് ചോദിക്കാണ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്റെ പരിചയമുണ്ടോ? അപ്പൊ ഇയാൾ പറയണം, മാ അരിഫുക, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. അത് 3 തവണ ആവർത്തിക്കാണ്. അപ്പൊ ഖുർആൻ അവനെ പരിചയപ്പെടുത്തി കൊടുക്കണം മനുഷ്യർക്ക്. അന സാഹിബുൽ ഖുർആൻ അല്ലദീ അൽമഅതുക ഫിൽ ഹവാജിരി, പകലുകളിൽ താങ്കളെ ദാഹിപ്പിച്ച ഖുർആൻ ഓതി 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 ക്ഷീണിക്കുക, ദാഹം കൊണ്ട് തൊണ്ട വരണ്ടു പോവുക, അങ്ങനെ നിന്റെ പകലുകളിൽ ദാഹിപ്പിച്ച വസ്ഹറത്തുലൈലക, രാത്രിയിൽ നിന്റെ ഉറക്കം കെടുത്തി കളഞ്ഞ നിന്റെ കൂട്ടുകാരനാണ് കേട്ടോ ഞാൻ. ഭൂമിയിൽ നീ ഒരു കച്ചവടക്കാരനായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും കച്ചവടക്കാരാണ്. അപ്പോ ഒരു കച്ചവടക്കാരൻ നീ എന്താ എങ്ങനെയായിരുന്നു? നീ എല്ലാ കച്ചവടക്കാരന്റെയും പുറകിലായിരുന്നു ദുനിയാവില് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മീൻ കച്ചവടക്കാരൻ വിചാരിക്കുക. ഒരു മീൻ കച്ചവടക്കാരിൽ നിന്ന് അയാളിൽ നിന്ന് വഴിയിൽ കാണുന്ന എല്ലാ ആളുകളും മീൻ മേടിക്കുകയാണ്. അതിന്റെ പുറകിൽ രണ്ടാമത്തെ ഒരു കച്ചവടക്കാരൻ വരുന്നു, മീൻ കച്ചവടക്കാരൻ. ഇയാളിൽ നിന്ന് ആരും വാങ്ങിക്കുന്നില്ല. ആരാ മുമ്പിലെത്തുക? മീൻ വാങ്ങിക്കാക്കുമ്പോൾ തന്നെ കാണുന്ന അവരുടെ ആരും വാങ്ങിക്കില്ല. അപ്പൊ അവരോട് എവിടെ നിർത്തേണ്ടി വരുന്നില്ല, അവനെങ്ങനെ പോവുക. മറ്റേ ആൾക്കാണെങ്കിലോ എല്ലാവരും വാങ്ങിക്കുന്നത് കൊണ്ട് അയാളുടെ എത്താനും കഴിയില്ല. അയാൾ കച്ചവടം ചെയ്തുകൊണ്ടേ പോവാണ്. അപ്പൊ ഇയാൾ ദുനിയാവിൽ ലാഭം നേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേയാൾ ലാഭമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. അതുപോലെയാണ് കേട്ടോ നീ ദുനിയാവിൽ ഉണ്ടായിരുന്നത്. ദുനിയാവിൽ നീ ഖുർആൻ പാരായണം ചെയ്തു എന്നതുകൊണ്ട് നിനക്കാരും ഒരു കൂലിയും തന്നിട്ടില്ല മനുഷ്യ. എന്നാൽ ഇന്ന് നീ ആരാണെന്നറിയോ? ഇന്ന് നീ എല്ലാ കച്ചവടക്കാരുടെയും പുറകിലാണ് കേട്ടോ. നേരത്തെ പുറകിലാണ്, മറ്റുള്ളവരൊക്കെ നിന്റെ മുമ്പിലാണ് കേട്ടോ. കാരണം അവർക്കൊന്നും ഇവിടെ കൂലിയിൽ അവരങ്ങനെ പോവുകയാണ്. നീ കൂലി മേടിക്കുന്ന തിരക്ക് കൊണ്ട് അവരോടൊപ്പം നിനക്ക് എത്താൻ കഴിയാത്ത ദിവസമാണ് കേട്ടോ ഇന്ന്. നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയണ്ടേ? നിന്റെ വലത് കയ്യിൽ രാജാധിപത്യം നൽകുന്ന ദിവസമാണെന്ന് കേട്ടോ. ശാശ്വത ജീവിതം നിന്റെ വലത് കയ്യിൽ നൽകുന്ന ദിവസമാണ്. ഇന്ന് ആദരവിന്റെ കിരീടം നിന്റെ തലയിൽ ചാർത്തുന്ന ദിവസമാണ് കേട്ടോ. നിന്റെ മാതാപിതാക്കളെ ഭൂമിയിൽ ഒരാളെയും ആദരിക്കാത്ത വിധം ഇന്ന് ആദരിക്കുന്ന ദിവസമാണ് കേട്ടോ. ഭൂമിയിലെ സമ്പത്തുകൾ മുഴുവൻ വിറ്റാലും വാങ്ങിക്കാൻ കഴിയാത്ത അലങ്കൃതമായ ഉപയാനകൾ കൊണ്ടവർ ആദരിക്കുന്ന ദിവസമാണ് കേട്ടോ. എന്തിനാണെന്ന് അറിയേണ്ട? അന്ന് അവർ ചോദിക്കുകയാണ്, റബ്ബേ, എന്തേ നീ ഞങ്ങൾക്ക് ഇത്ര മാത്രം അലങ്കൃതമായ ഉടയാടുകൾ അണിയിച്ചത്?
നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് കേട്ടോ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ സുദീർഘമായ ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് റമദാൻ ധാരാളം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കുക. അങ്ങനെ ആകട്ടെ റമദാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ. പിന്നെ പ്രാർത്ഥനയുടെ വചനങ്ങൾ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം എന്നുള്ളതാണ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് പ്രവാചകരെ നിങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും പ്രവാചകരെ ഞാൻ അവിടെ സമീപസ്ഥനാണ് എന്ന്. അത് നമ്മുടെ കരീബോ എങ്ങനെ നിങ്ങളുടെ കരീബ് എന്ന് പറയാ, സമീപസ്ഥനാണെന്ന് പറഞ്ഞു കൊടുക്കും പ്രവാചകരെ. ഉജീബു ഞാൻ ഉത്തരം ചെയ്യും. പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിന് നിങ്ങൾ ഉത്തരം ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, എന്നിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കണം. നിങ്ങൾ സന്മാർഗം പ്രാപിക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് അബൂ ഹുറൈറയിൽ നിന്നും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ പറയുകയാണ്. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും അൽ ഇമാമുൽ ആദിലു വസ്സായിമു ഹീന യുഫ്തിറു വദഅവത്തുൽ മദ്ലൂമി യർഫഉഹാ ഫൗഖൽ ഗമാമി വതുഫത്തഹു ലഹു അബ്വാബസ് സമാഇ വയഖൂലു റബ്ബി അസ്സ വജല്ല വഇസ്സതിഹി ലഅൻസുറന്ന വലൗ ബഅദ ഹീൻ. മൂന്നാളുകളുടെ പ്രാർത്ഥനയ്ക്ക് മറുകൂടാതെ ഉത്തരം ചെയ്യും. ഒന്നാരാണെന്നറിയുമോ? നീതിമാനായ നേതാക്കന്മാർ നീതിമാന്മാരാവുകയാണ് എങ്കിൽ അവിടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം ചെയ്യുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. ശാരീരികമായും മാനസികപരമായി കൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുമെന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വേറെ ഹദീസിൽ പറയുകയാണ്, വലില്ലാഹി ഇത്ഖാദു ഫീ കുല്ലി യൗമിൻ വ ലൈല ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൽ മുസ്തജാബ. റമളാനിന്റെ ഓരോ രാപ്പകലുകളിലും ഒരുപാട് ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. മാത്രമല്ല പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ നോമ്പിലുള്ള ഒരു വിശ്വാസി കൈമുതലാക്കേണ്ടത് പാപമോചനമാണ് എന്നുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന് വിശ്വാസികൾക്കുള്ള സമയവും സന്ദർഭവും മാസവും ആണ് റമളാൻ എന്നുള്ളതാണ്. അത് നേടുക എന്നത് കൊതിയുള്ള ആളുകൾക്ക് ഒരു തടസ്സവും ഇല്ലാത്ത വിധം റമളാനിനെ അള്ളാഹു അനുഗ്രഹീതമാക്കി കൊടുത്തു. കാരണം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് ഏക തടസ്സം ഇബ്ലീസിന്റെ ശർറ് മാത്രമാണ്. ആ ഇബ്ലീസിനെ വത്തരസ്ഥാക്കുകയും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ ഈ സന്ദർഭം നമ്മൾ ശരിക്ക് മുതലാക്കണമെന്നാണ് പ്രവാചകൻ നമ്മളെ ഉണർത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ രാത്രികളിലും പ്രത്യേകിച്ച് റമളാനിന്റെ രാത്രിയിലും എന്താണ് എല്ലാ രാത്രിയുടെയും അന്ത്യയാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം വാനലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയും, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് അവിടെ ഞാൻ ഉത്തരം ചെയ്യും കേട്ടോ. ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും കേട്ടോ. എന്നോട് പാപമോചനം തേടുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച എല്ലാ രാത്രികളിലും ഉണ്ട് അവസാനത്തെ രാത്രി യാമങ്ങളിൽ എന്നുള്ളതാണ്. അഥവാ അവസാനത്തെ യാമം കണക്കാക്കുന്നത് രാത്രിയെ മൂന്നാക്കി വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മഗ്‌രിബിന്റെ സമയം 6:30-ക്കാണ്, സുബഹിന്റെ സമയം 5:45-നാണ് ഏകദേശം വരുന്നത്. ഇതിനെ മൂന്നാക്കി വേർതിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2.25 മണിക്കൂറോളം വരും. അല്ല, ആദ്യത്തെ 2.25 മണിക്കൂറോളം വരുന്നത് അവ്വലുൽ ലൈല്, ആദ്യ രാത്രി എന്ന് പറയും. ബാക്കി വരുന്ന 2.25 മണിക്കൂർ അത് നിസ്ഫുൽ ലൈല് എന്ന് പറയും, അർദ്ധരാത്രി എന്നാണ്. ബാക്കി വരുന്ന 2.25 മണിക്കൂർ സമയം സുബഹിക്ക് മുമ്പുള്ള സമയം അതിനെയാണ് സുലുസുൽ ലൈല് എന്ന് പറയുക, അന്ത്യയാമം എന്നുള്ളത്. ഈ സമയത്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ട സമയമാണ് എന്നുള്ളതാ. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ അനുഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചപ്പോൾ നമ്മളെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ഇന്നൽ മുത്തഖീന ഫീ ജന്ന
മുത്തഖീങ്ങൾ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിലാണ്. ആ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ എല്ലാ സുഖാനുഭൂതികളും അള്ളാഹുവിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കാരണം എന്താണെന്നറിയോ? ഈ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ അവർ മുഹ്സിനീങ്ങളായിരുന്നു എന്ന് പറഞ്ഞ്. എന്താണ് അവർ മുഹ്സിനീങ്ങളായത്? എന്ത് പ്രവർത്തനങ്ങളാണ് അവർ ഇഹ്സാൻ ഉണ്ടാക്കി തീർത്തത്? ഏറ്റവും നല്ല സുഹൃതം ചെയ്യുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു അവരെന്ന്. അവർ ചെയ്ത നല്ല കാര്യം എന്താണ്? രാത്രിയിൽ അല്പസമയമേ അവർ ഉറങ്ങാറുള്ളൂ. സുഹൂറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ എന്നാണ് ഈ ഖുർആനിന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ വിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ, അതിനൊന്ന് മികവുറ്റതാക്കി തീർക്കാൻ കാത്തിരിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കാണ് സഹാബികളോട്, നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ 2 ആണ്ട് നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് വേണമോ? വേണം പ്രവാചകരെ. അതിനെന്ത് ചെയ്താൽ മതി? നിങ്ങൾ നോമ്പ് തറപ്പിച്ചു കഴിഞ്ഞാൽ 2 ആണ്ട് നോമ്പിന്റെ പ്രതിഫലത്തിന് പുറമെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, നിങ്ങളുടെ നരകത്തിൽ അല്ലാഹു മോചിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാൾ നോമ്പ് തുറന്നു എന്നതുകൊണ്ട് അയാളുടെ പ്രതിഫലം ഒട്ടും കുറഞ്ഞു പോവുകയില്ല. وأشبع صائما سقاه الله في الحوض شربة لا يظمأ حتى يدخل الجنة. സഹിഹായ ഹദീസിൽ പറയുകയാണ്, നിങ്ങൾ 2 ആളുടെ നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അപ്പൊ സഹാബത്ത് പറയാണ്, പ്രവാചകരെ, ഞങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക ശേഷിയുള്ളവരല്ലല്ലോ, പലരും പല വ്യത്യസ്തമായ ആളുകളല്ലേ, ഞങ്ങൾ എങ്ങനെ നോമ്പ് തുറപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറയുകയാണ്, ഒരു കുമ്പ് മോര്, അറബികള് നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഉപയോഗിക്കുന്ന സാധനമാണ് മോര്, തൈര്, ഇതൊക്കെ. ഒരു കുമ്പിൽ മോര് നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിലോ ഒരു ഈത്തപ്പഴം നിന്റെ വകയായിക്കൊണ്ട് ഒരാൾക്ക് നോമ്പ് തുറക്കാൻ കൊടുക്കുക, അതിന് നിനക്ക് കഴിയില്ലെങ്കിലോ ഒരു കവിൾ വെള്ളം, ഒരു കവിൾ വെള്ളം, ഒരു വായു വെള്ളം, അതെങ്കിലും നീ കൊടുക്ക്. അവൻ നോമ്പെടുത്ത അത്ര പ്രതിഫലം നിനക്കുണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ പറ്റാത്തവർ ആരാളുള്ളത്? അതാണ് അദ്ദീൻ യുസ്ർ എന്ന് പറഞ്ഞത്. മതം ലളിതമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പള്ളിയിലാകട്ടെ മറ്റെവിടെയാകട്ടെ വിഭവസമൃദ്ധമായി തയ്യാറാക്കുന്നു. അത് തയ്യാറാക്കാൻ കഴിയാത്തവർക്ക് നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ നോമ്പ് തുറക്കാൻ വരുമ്പോ എന്റെ വകയായിട്ട് നീ ഇത് നോമ്പ് തുറക്ക്, അദ്ദേഹത്തിന് ആ പ്രതിഫലം കിട്ടുകയാണ്. അപ്പൊ എല്ലാവരും സൽക്കർമ്മത്തിൽ പങ്കാളികളാകണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാല് ഇനി പള്ളിയിൽ നിന്നാകട്ടെ വേറെ എവിടെ നിന്നാകട്ടെ മിണ്ടാതെ നമ്മൾ അഭിപ്രായം പറഞ്ഞ് മാർക്കിട്ട് പോവല്ല വേണ്ടത്. മനുഷ്യ എന്താ വേണ്ടെന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഅദ് ബിൻ ഉബാദ എന്ന സഹാബി നോമ്പ് തുറക്കാൻ പഠിച്ചു. അങ്ങനെ ആ സഹാബിന്റെ ക്ഷണം സ്വീകരിച്ച് റസൂലുള്ളാഹി വീട്ടിൽ പോവുകയും ചെയ്തു. അദ്ദേഹം റസൂലുള്ളാഹിക്ക് നോമ്പ് തുറക്കാൻ കൊടുത്തത് ഒരു ഉണക്ക റൊട്ടിയും കുറച്ച് എണ്ണയുമാണ്. ആ എണ്ണയിൽ മുക്കിയിട്ട റസൂൽ നോമ്പ് തുറക്കണത്. ആ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോ റസൂൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാം? അഫ്തിർ ഇൻദകുമു സായിമുൻ വഅകുൽ തആമുകുമുൽ അബ്റാർ വസല്ലത അലൈകുമുൽ മലായിക. എന്താ പറഞ്ഞത്? അഫ്തിർ ഇൻദകുമു സായിമുൻ, നോമ്പുകാരൊക്കെ നിങ്ങളെടുക്ക നോമ്പ് തുറക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഉണ്ടാക്കുമാറാകട്ടെ. വഅകുൽ തആമുകുമുൽ അബ്റാർ, നിങ്ങളുടെ ഭക്ഷണം നല്ല മനുഷ്യന്മാരൊക്കെയും കഴിക്കട്ടെ. വസല്ലത അലൈകുമുൽ മലായിക, മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. എത്ര നല്ല പ്രാർത്ഥന നോക്കുക. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടുകാരാണെങ്കിൽ അവിടെ കൈ പിടിച്ചുകൊണ്ട് നമ്മളിത് പ്രാർത്ഥിക്കുക. എന്തൊരു സന്തോഷം
എന്ന് ആലോചിച്ച് നോക്കുക. നാളെ എനിക്കും വേണം ഈ പ്രതിഫലം എന്ന് ആഗ്രഹിക്കും നമ്മൾ ഓരോരുത്തരും അറിവില്ലാതെ പോകുമ്പോഴാണ് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുക എന്നുള്ള. പിന്നെ പൊതുവെ സദക്ക ചെയ്യണം. റമദാനിന്റെ സമയങ്ങളിൽ ധാരാളക്കണക്കിന് സദക്ക ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഉണ്ടാകണം. അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടാകും. മറ്റൊരാളിൽ നിന്ന് വേദിക്കുക എന്ന മനസ്സിനേക്കാൾ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കണം എന്നൊരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ പറയുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ഉറഫാൻ യുറാ ബുഹൂറുഹാ മിൻ ബുത്തൂനിക. സ്വർഗ്ഗത്തിൽ അകവും പുറവും ഒരുപോലെ പളുങ്ക് കൊണ്ട് തീർക്കപ്പെട്ട ചില കൊട്ടാരങ്ങളുണ്ട് കേട്ടോ. അതാർക്കാന്നറിയോ? മിൻ ദുഹൂരി യഖാലു. അപ്പൊ സഹാബത്ത് ചോദിക്കുക, ലിമൻ ഹിയ യാ റസൂലുള്ളാഹ്, ആ കൊട്ടാരം ആർക്കാണ് പ്രവാചകരെ? പ്രവാചകൻ പറയുകയാണ്, ലിമൻ തീബുൽ കലാം, നല്ല വാക്കുകൾ സംസാരിക്കുക, അവർക്കുള്ളതാണ് സ്വർഗത്തിൽ അലങ്കൃതമായ കൊട്ടാരങ്ങൾ. ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, നോമ്പ് കൃത്യമായി നിർവഹിക്കുക, ജനങ്ങളൊക്കെ സുഖമായി ഉറങ്ങുമ്പോൾ രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുക, അവർക്കുള്ളതാണ് ആ സ്വർഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി എന്നുള്ളതാ. പിന്നെ ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാനിൽ നമ്മൾ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഖൗലസ്സൂർ ഉണ്ട്. ഖൗലസ്സൂർ എന്ന് പറഞ്ഞാൽ കള്ളവാക്കുകൾ, കള്ളത്തരം പറയുക, നുണ പറയുക, കള്ളസാക്ഷി നിൽക്കുക, അങ്ങനെയുള്ള വാക്കുകൾക്കാണ് ഖൗലസ്സൂർ എന്ന് പറയുക. എന്തിനാണ് ഈ ഖൗലസ്സൂർ പറയുന്നറിയോ? തന്നെ അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാണെങ്കിൽ പോലും, കാരണം ചെറുത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും, ശ്രദ്ധിക്കാൻ കഴിയും. അതുകൊണ്ട് നുണ പറയാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയാൽ അവൻ പട്ടിണി കാണുന്നത് വെറുതെയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ജമാഅത്തായ നമസ്കാരത്തിന് ശുഷ്കാന്തി ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിന് ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ അതിന്റെ രാപ്പകലുകൾ ധന്യമാക്കി തീർക്കുവാനും മുനി കഴിഞ്ഞ പാപങ്ങളൊക്കെയും പുറത്തു കിട്ടുന്ന രൂപത്തിൽ റമദാനിനെ ധന്യമാക്കി തീർക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, മനുഷ്യ സഹജമായും അല്ലാതെയും ഒരുപാട് പോരായ്മകൾ കൊണ്ട് നിറഞ്ഞ മുഖങ്ങളാണ് റബ്ബേ ഈ ഓരോ മുഖങ്ങൾ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടവും കാരുണ്യ വർഷവും ഞങ്ങളോടൊക്കെയും ഉണ്ടാകണമേ റബ്ബേ. അള്ളാഹുവേ, ഏറ്റവും നല്ല വിഭവങ്ങൾ തയ്യാറാക്കി അഭിമാനത്തോടുകൂടി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നീ ഞങ്ങൾക്ക് രക്ഷയും കാവലും തുണയും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഈ വരുന്ന റമദാനിന് ഏറ്റവും നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്യുവാനും അതിനുവേണ്ട ഏറ്റവും നല്ല വിഭവങ്ങൾ മാനസികപരമായി കൊണ്ട് തയ്യാറായി എടുക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിൽ നിന്നും ഒരുപാട് ആളുകൾ നിന്റെ അടുക്കലേക്ക് എത്തിപ്പെട്ടവരാണ് റബ്ബേ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും പോരായ്മകളും ഏറ്റക്കുറവുകളും നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ എളിയ പ്രാർത്ഥന ഫലമായും നീ പുറത്ത് മാപ്പ് നൽകി നീ ആദരിക്കണമേ റബ്ബേ. അള്ളാഹുവേ, നിന്റെ ആദരവിന് അർഹത നേടിയ ഉത്തമ മഹനീയ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ ഒരുവരായിക്കൊണ്ട് ഈ മുഖങ്ങളെ മുഴുവൻ നീ എണ്ണേണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഈ ഉമ്മത്തിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. എല്ലാവരുടെ രോഗങ്ങൾക്കും നിശിപ്പ് നൽകി സിഹത്തും ആഫിയത്തും നൽകി നീ ആദരിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അറിവ് നീ പകർന്നു കൊടുക്കണമേ റബ്ബേ. അവർക്ക് നല്ലൊരു ജീവിതം നിന്റെ ദാനമായി നൽകണമേ റബ്ബേ. അള്ളാഹുവേ, പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന നീ എത്തിക്കണമേ റബ്ബേ. പ്രാർത്ഥന നിന്റെ അടുക്കൽ സ്വീകരിക്കുന്നതിന് തടസ്സമായിക്കൊണ്ട് എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ, സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, സംഭവിക്കാൻ സാധ്യതയുണ്ടോ, എല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് മാപ്പ് നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയുക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين 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 برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.